ജെയ്ക്ക് സി തോമസ് ടെലിഫോണിലാണ്. ജെയ്ക്ക്, താങ്കൾ അറിഞ്ഞു കാണും ഇങ്ങനെ ഒരു ഭേദഗതി വന്നത്. ഇനിയിപ്പോൾ ചാൻസലർമാർക്കാണ് പൂർണ്ണമായും അധികാരം VC-മാരെ നിയമിക്കാനുള്ള. എങ്ങനെ കാണുന്നു? അല്ല, തീർച്ചയായിട്ടും അതിന്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നു UGCയുടെ കരട് വിജ്ഞാപനമാണ് ഇതിനെ സംബന്ധിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്തയെ തകർക്കാൻ പര്യാപ്തമായ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ കരട് രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏത് സർവകലാശാലകളും അത് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അധികാരത്തിന് കീഴിൽ നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലും പൊതുവിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർവകലാശാലകൾ രൂപീകരിക്കപ്പെടുന്നത്. ആ സർവകലാശാലകളുടെ സമ്പൂർണമായ ഭരണാധികാരം അത്രയും അതത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏത് കാര്യങ്ങളിലും നിർവഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ UGC പുറത്തിറക്കാൻ പോകുന്ന ഈ കരട് വിജ്ഞാപനത്തിലെ പല നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങളുടെയും അതത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഫെഡറൽ അധികാര ഘടനയും തുരങ്കം വെക്കുന്നതാണ്, അതിനെ തകർത്ത് കളയുന്നതാണ്. എല്ലാം യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്ത തകർത്ത് കളയുന്ന, അതായത് സാമന്ത രാജ്യങ്ങൾ എന്നതുപോലെ സംസ്ഥാനത്തെ മാറ്റി തീർക്കുകയും യൂണിയൻ ഗവൺമെന്റ് ഒരു കേന്ദ്രീകൃത ശക്തിയായി രാജ്യത്താകമാനം മാറുകയും ചെയ്യുന്നതിന്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ കരട് വിജ്ഞാപനത്തിന്റെ ഭാഗമായി പുറത്തിറക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചാൻസലർക്ക് അമിതാധികാര പ്രയോഗം നടത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭേദഗതികൾ UGCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഭേദഗതിയുടെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള മറ്റു നിർദ്ദേശങ്ങളിലൊന്ന് സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർക്ക് പുനർനിയമനം നടത്താൻ കഴിയും എന്നുള്ളതാണ്. കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ എന്തായിരുന്നു എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അന്ന് കേരളം ഉയർത്തിയ വാദമായിരുന്നു സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് പുനർനിയമനം നൽകാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ അതിനുകൂടെ UGC ക്ലാരിഫൈ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ചാൻസലർമാർക്ക് ഇതിൽ അമിതാധികാര കേന്ദ്രീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കരട് വിജ്ഞാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. UGC നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി, സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ തിരിച്ചടി സംഭവിക്കുന്നുള്ള സംശയമില്ല.